ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അമിതവണ്ണത്തിനും അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസിനും FDA അപ്രൂവ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മരുന്നുമായിട്ടാണ്. അതായത് ടെർസിപാറ്റൈഡ് എന്നാണ് ഈ മരുന്നിൻ്റെ പേര്. ഈ മരുന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് വെറും 2 ദിവസം മുന്നെയാണ്. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുന്നേ ലിലി എന്ന കമ്പനി മഞ്ചാരോ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഈ ഒരു ഡ്രഗ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്ന ഡ്രഗ് എന്ന ഒരു ഖ്യാതിയും ഈ ഡ്രഗിനുണ്ട്. അപ്പം ഈ ഡ്രഗ് സാധാരണയായി എടുക്കേണ്ടത് ആഴ്ചയിൽ 1 എന്നുള്ള രീതിയിലാണ്. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായിട്ട് എടുക്കേണ്ട ഒരു ഡ്രഗാണിത്. അപ്പം ഇതിനെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ സേഫ്റ്റി അതോടൊപ്പം തന്നെ എഫിക്കസി, ഇതിന് വെയിറ്റ് കുറയ്ക്കാനുള്ള കഴിവ്, ക്ഷമത, ഇതെല്ലാം അടയാളപ്പെടുത്തിയിട്ടുള്ളതും ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബിസിറ്റി ട്രയലായ സർമൗണ്ട് ട്രയൽ പറയുന്നത് ഒരു 22% അതായത് 1/5 വെയിറ്റ് കുറയ്ക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഡ്രഗ് എടുത്തതുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക വഴി ഡയബറ്റീസിൻ്റെ കൺട്രോളും അതോടൊപ്പം ഡയബറ്റീസ് ഇല്ലാത്ത രോഗികൾക്ക് പോലും വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള മരുന്നാണിത്. അപ്പോൾ ഇന്ന് ഈ ഒരു ഡ്രഗ് ഒരു പേഷ്യൻറ്റിന് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ സാധാരണ GLP-1 അല്ലെങ്കിൽ GIP അനലോഗുകളുടെ ഗണത്തിൽപ്പെട്ട ഒരു ഡ്രഗ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഗിൻ്റെ ആക്ഷൻ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് ഡിലേ ചെയ്യുക, അതായത് വയറ്റിൽ നിന്ന് കുടലിലേക്ക് പോകുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ സാറ്റൈറ്റി ഇൻഡ്യൂസ് ചെയ്യുക, ഹെപ്പാറ്റിക് ഗ്ലൂക്കോസ് ഔട്ട്പുട്ട്, അതായത് ലിവറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുക എന്നീ ആക്ഷൻസ് ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. വിശപ്പ് വളരെയധികം കുറയ്ക്കുന്ന ഈ ഡ്രഗ് ഫുഡ് ഇൻടേക്ക് വളരെ കുറയ്ക്കാനായിട്ടും സാധിക്കും ഈ ഡ്രഗ് എടുക്കുന്നത് വഴി. ഇതോടൊപ്പം തന്നെ ഈ ഡ്രഗിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് മറ്റ് GLP-1 അനലോഗ്സിനെ പോലെ തന്നെ നൗസിയ, വൊമിറ്റിംഗ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മനംപിരട്ടൽ, ഛർദി പോലെ വരിക, അതുപോലെ കോൺസ്റ്റിപ്പേഷനായിട്ടും ഡയേറിയ ആയിട്ടും ഒക്കെ പ്രസൻറ്റ് ചെയ്യാം. വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോവുക, അല്ലെങ്കിൽ മലബന്ധം അനുഭവപ്പെടുക, ഇത്തരം സിംറ്റംസൊക്കെ പേഷ്യൻസിൽ ഇതെടുക്കുമ്പോൾ കണ്ടുവരാറുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ഇഫക്റ്റീവായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഡ്രഗ് നിലവിലെ പഠനങ്ങൾ പ്രകാരം ടെർസിപാറ്റൈഡ് തന്നെയാണ്. അപ്പം ഇനി മിക്കവാറും ഈ ടെർസിപാറ്റൈഡിൻ്റെ ഉപയോഗം ഡോക്ടർമാർക്കിടയിലും അതുപോലെ തന്നെ അമിതവണ്ണമുള്ള രോഗികൾക്കിടയിലും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ FDA നിർദ്ദേശപ്രകാരം സാധാരണയായി BMI ബോഡി മാസ് ഇൻഡെക്സ് 30 മുകളിലാണെങ്കിലും അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് 27 മുകളിലാണ്. അതോടൊപ്പം തന്നെ ഒബിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോമോർബിഡിറ്റികൾ, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത്തരം ഡ്രഗുകളിലേക്കൊക്കെ കിടക്കേണ്ടത്. അപ്പം ഇനീഷ്യലി വെയിറ്റ് ലോസിന് ചെയ്യേണ്ടത് നമ്മുടെ കാലറീസ് കട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ കൃത്യമായി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഒരു 3 മാസം നമ്മളങ്ങനെ ട്രൈ ചെയ്തിട്ടും ഒരു വേണ്ടത്ര വെയിറ്റ് ലോസ് ഇല്ലെങ്കിൽ, 4-5% വരെ നമ്മളെ വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിലാണ് ഇത്തരം ഡ്രഗുകളിലേക്ക് രോഗികൾ കടക്കേണ്ടത്. താങ്ക് യു. Stay healthy. Follow for more.